ചീഫ് സെക്രട്ടറിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർക്കും വക്കീൽ നോട്ടീസ് അയച്ച് അസാധാരണ നീക്കം നടത്തി എൻ പ്രശാന്ത് IAS. വ്യാജരേഖ ചമച്ചെന്നാണ് ജയതിലക്, കെ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് അയച്ച നോട്ടീസിൽ ആരോപണം. വ്യാജരേഖ ചമച്ചെന്ന് ബോധ്യപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല എന്നാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അയച്ച നോട്ടീസിൽ പറയുന്നത്. എൻ പ്രശാന്ത് ഉന്നതിയുടെ CEO ആയിരുന്ന കാലത്ത് ഫയലുകൾ കാണാതായെന്നും ഹാജരിൽ ക്രമക്കേട് നടത്തിയെന്നും കാട്ടി ജയതിലക് പ്രശാന്തിനെതിരെ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇത് വ്യാജരേഖയാണെന്നാണ് എൻ പ്രശാന്ത് അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത്. എല്ലാ രേഖകളും തനിക്ക് പിന്നാലെ CEO ആയി വന്ന ഗോപാലകൃഷ്ണന് കൈമാറിയെന്ന് സർക്കാർ രേഖയുണ്ട്. അത് മെയ് മാസം 14-ാം തീയതിയുള്ള രേഖ. എല്ലാ രേഖകളും കൈമാറിയിട്ടില്ല എന്ന റിപ്പോർട്ട് പിന്നീട് ജയതിലകും ഗോപാലകൃഷ്ണനും ചേർന്ന് തയ്യാറാക്കി. സർക്കാരിന്റെ ഈ ഓഫീസിൽ അത് അപ്ലോഡ് ചെയ്തത് ഓഗസ്റ്റ് മാസത്തിൽ. ഇത് വ്യാജരേഖയാണെന്നാണ് വക്കീൽ നോട്ടീസിലൂടെ എൻ പ്രശാന്ത് പറയുന്നത്. വ്യാജരേഖ ചമയ്ക്കൽ, ഔദ്യോഗിക രേഖയിൽ കൃത്രിമം കാണിക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നിവ ഉൾപ്പെടുത്തിയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വ്യാജരേഖ ചമച്ച വിവരം നവംബർ 14-ന് തന്നെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ അറിയിച്ചിട്ട് നടപടിയെടുത്തില്ല. വ്യാജരേഖ ചമയ്ക്കൽ അറിഞ്ഞിട്ട് നടപടിയെടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് സെക്രട്ടറിക്കെതിരെ പ്രശാന്ത് നോട്ടീസ് അയച്ചത്. വ്യാജരേഖ ചമച്ചതിനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രശാന്ത് കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.